ഇപ്പോൾ തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. തത്സമയം എല്ലാവരും തിരിച്ചറിഞ്ഞ ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത. തെരഞ്ഞെടുപ്പിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഏറെക്കുറെ ആളുകളെല്ലാം ഒരു നിലപാടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ഒന്നും രണ്ടും ഘട്ടമൊക്കെ കഴിയുമ്പോഴാണ് ഒരു ഭാഗം ആളുകൾ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുക. പക്ഷേ തീർത്തും വ്യത്യസ്തമായ ഒരു നില ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നു. അതിന് കാരണം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ തന്നെയാണ്. രാഷ്ട്രം അപകടത്തിലാവാതിരിക്കുക എന്നെല്ലാവരും ചിന്തിക്കുന്നുണ്ട്. രാജ്യം അപകടാവസ്ഥയിലാണ് എന്നത് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യും. ഇപ്പൊ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത അത് സംരക്ഷിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ രീതിയിൽ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷതയ്ക്ക് ആപത്തുളവാക്കുന്ന ഓരോ സംഭവങ്ങളും രാജ്യത്തുണ്ടായപ്പോഴെല്ലാം വലിയ തോതിലാണ് കേരളത്തിലെ ജനങ്ങൾ അത് ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് BJPയുടെ നേതൃത്വത്തിൽ മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന നീക്കങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഫലമെന്താ? കോടാനുകോടി ജനങ്ങൾ ആശങ്കയിലും ഭീതിയിലും കഴിയുന്നു. ഇതേവരെ തലമുറകളായി ഇവിടെ ജീവിച്ചു വന്നവരാണ് അവർ. ഇനി ജീവിക്കാനാകുമോ, ഇവിടെ ജീവിക്കാനാകുമോ എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്ത്യ രാജ്യത്തിനകത്തുണ്ടായിരിക്കും. ഇത് നമ്മുടെ രാജ്യത്തിന് ലോകത്തിന് മുന്നിൽ തന്നെ വലിയൊരു ദുഷ്കീർത്തി ഉണ്ടാക്കിയിരിക്കുന്നു. നേരത്തെ ഇന്ത്യ മതനിരപേക്ഷതയ്ക്ക് പേരുകേട്ട ഒരു രാഷ്ട്രമെന്ന നിലക്ക് പൊതുവെ ലോകത്തിനു മുന്നിൽ നല്ല അംഗീകാരമായിരുന്നു. അതാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെടുന്നത്. ഇന്ത്യയുടെ നിലപാടിനെ ലോക സംഘടനകള്, പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങള് എല്ലാം വിമർശിക്കുക. വ്യത്യസ്ത സംഭവങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന് നേരെ വിമർശനമുയർത്തുന്നു.
അതിൽ ഐക്യരാഷ്ട്രസഭയുണ്ട്, ആംനസ്റ്റി ഇന്റർനാഷണൽ ഉണ്ട്, അമേരിക്കയുണ്ട്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളുണ്ട്, ഒട്ടനേകം രാജ്യങ്ങൾ. എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. നമ്മുടെ രാജ്യവുമായി നല്ല സുഹൃത്ബന്ധമുള്ളവരടക്കം കടുത്ത വിമർശനവുമായി രംഗത്ത് വരുന്നു. രാജ്യത്തെക്കുറിച്ച് പൊതുവെ അഭിമാനിക്കാറുള്ളത് ജനാധിപത്യ വ്യവസ്ഥ വലിയ തോതിലാണ് ഇവിടെ നിലകൊള്ളുന്നത് എന്നാണ്. പക്ഷേ ജനാധിപത്യമാണോ എന്ന സംശയം ലോകത്തുയർന്നിരിക്കുന്നു. നമ്മുടെ അനുഭവമുണ്ട്. നമ്മുടെ അനുഭവത്തിലേക്കല്ല ഞാനിപ്പോൾ കടക്കുന്നത്. ലോകമാകെ നമ്മെ നോക്കി നിങ്ങൾ നടപ്പാക്കുന്നത് ജനാധിപത്യ രീതിയാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ആ ചോദ്യം ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന ജർമ്മനിയും അമേരിക്കയും എല്ലാം ചോദിച്ചതായി നാം കാണുന്നു. ഇന്ത്യയിൽ നീതിന്യായ വ്യവസ്ഥ എങ്ങനെ നടപ്പാക്കുന്നു? ഇവിടെ നിയമം എല്ലാവർക്കും തുല്യ പരിരക്ഷ നൽകുന്നുണ്ടോ? നിയമത്തിന് മുന്നിൽ എല്ലാവരെയും സമന്മാരായി കാണുന്നുണ്ടോ? തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ പീഡിപ്പിക്കുന്ന രീതിയാണോ ഉള്ളത്? ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്തവരെ പീഡിപ്പിക്കുന്ന ജനാധിപത്യ രീതിക്ക് ചേർന്നതാണോ? ഇത്തരം സംശയങ്ങൾ ലോകരാഷ്ട്രങ്ങൾ തന്നെ ഉയർത്തുന്ന നിലവന്നിരിക്കുന്നു. അപ്പോ ഒരു ഭാഗത്ത് മതനിരപേക്ഷത അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ, വേറൊരു ഭാഗത്ത് രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾ. അതിൻ്റെ ഭാഗമായി നീതിന്യായ വ്യവസ്ഥയാകെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ. ഇതോടൊപ്പം നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം അത് വലിയ തോതിൽ അനുഭവിക്കുന്ന ജനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാകേണ്ടത്. ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യ സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകേണ്ടതാണ്. പക്ഷെ ഇവിടെ പല സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്നു.